പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 27-ാമത്തെ വാക്യം. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സൗര്യമായും ഇരിക്കും, ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. ഈ വാഗ്ദത്തം ദൈവം അവർക്ക് നൽകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേൽ ജനം പ്രവാസത്തിലിരിക്കുമ്പോൾ, അവരുടെ ദേവാലയം തകർന്നും എല്ലാം നഷ്ടപ്പെട്ടു ഇരിക്കുമ്പോൾ, മാനുഷ്യമായി ചിന്തിച്ചാൽ എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്ന സമ്പൂർണ്ണ തകർച്ചയുടെ സമയത്ത്, കൃത്യം ആ സമയത്താണ് ദൈവം പറയുന്നത്, നിങ്ങൾ മടങ്ങി വരും, നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കും. ഇതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നമ്മുടെ വഴികൾ അവസാനിക്കുന്നിടത്ത്, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. നഷ്ടപ്പെട്ടു പോയ സമാധാനം, ആരോഗ്യം, സാമ്പത്തിക ഭദ്രത, അല്ല എങ്കിൽ തകർന്ന ബന്ധങ്ങൾ, ഇവയെ ഓർത്ത് ഇനി എന്ത് എന്ന് നാം ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു: നാം മടങ്ങി വരും. അതുകൊണ്ട് നമ്മുടെ തകർച്ചയുടെ ആഴങ്ങളിലേക്കല്ല, നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് നഷ്ടപ്പെട്ടതിനെ അത്ഭുതകരമായി മടക്കി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. ഈ വലിയ പ്രത്യാശയോടെ, ഈ വലിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ വചനം നമ്മെ അധികമായി ശക്തീകരിക്കട്ടെ. കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കല്ല, അതിന്റെ തകർച്ചകളിലേക്കല്ല, വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നോക്കുവാൻ ഈ ദിവസം ഞങ്ങളെ അധികമായി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളെ കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.